കണ്ണൂർ കോർപ്പറേഷൻ കൂടുതൽ തിളക്കത്തോടെ നിലനിർത്തി UDF 55 ഡിവിഷനുകളിൽ 36ലും ജയിച്ചാണ് കണ്ണൂർ കോട്ട UDF കൂടുതൽ ഭദ്രമാക്കിയത്. LDF 15 ഡിവിഷനുകളിൽ ഒതുങ്ങിയപ്പോൾ 4 ഡിവിഷനുകൾ നേടി BJP കരുത്തുകാട്ടി. UDFന് വിമതശല്യമുണ്ടായിരുന്ന LDF സിറ്റിംഗ് സീറ്റായ ആദികടലായിൽ നിന്ന് KPCC അംഗം റിജിൽ മാക്കുറ്റി ജയിച്ചു കയറിയത് 720 വോട്ടിന്. കോർപ്പറേഷന്റെ ട്രെൻഡ് അതോടെ വ്യക്തമായി. UDF മേയർ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്ന മുൻ ഡെപ്യൂട്ടി മേയർ P. ഇന്ദിരയും ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തെത്താൻ സാധ്യതയുള്ള KP താഹിറും കടുത്ത മത്സരം നേരിട്ട് വിമതരെ ഉൾപ്പെടെ വീഴ്ത്തിയതോടെ കോർപ്പറേഷൻ UDF ഉറപ്പിച്ചു. കോട്ടാളി, എളയാവൂർ നോർത്ത്, എടച്ചൊവ്വ, അതിരകം, കുറുവ, താളികാവ്, ആദികടലായി ഡിവിഷനുകൾ LDFൽ നിന്ന് UDF പിടിച്ചെടുത്തു. നഷ്ടപ്പെട്ട ഡിവിഷനുകൾ ഒഴിവാക്കിയാൽ കഴിഞ്ഞ തവണ നേടിയ 34 ഡിവിഷനുകൾ എന്ന നേട്ടം മറികടന്ന് 36-ലെത്തിച്ച് UDF തങ്ങളുടെ കോട്ട കാത്തു. 20 വർഷക്കാലമായി ഈ ഡിവിഷനും അതോടൊപ്പം വാർഡും LDFന്റെ കുത്തകയായിരുന്നു. 350 വോട്ടിന് ജയിച്ച ആ ഡിവിഷനിൽ ഇത്തവണ 700-ൽ പരം വോട്ടിനാണ് അവിടുത്തെ മതനിരപേക്ഷ ജനത എന്നെ വിജയിപ്പിച്ചത്. ആദികടലായിലെ ആ മതേതര ജനത നൽകിയ ആ പിന്തുണ എപ്പോഴും മനസ്സിന്റെ അകത്തളത്തിലുണ്ടാവും. കനത്ത തിരിച്ചടിയാണ് LDFന് കണ്ണൂരിന്റെ ഹൃദയഭാഗത്തുണ്ടായത്. കൈവശമുണ്ടായിരുന്ന 19 ഡിവിഷനുകൾ 15ആയി കുറഞ്ഞു. കോർപ്പറേഷൻ അഴിമതികൾ ആരോപിച്ച് CPM നടത്തിയ പ്രചാരണം തീരെ ഫലിച്ചില്ല. 2020-ൽ ഒരു ഡിവിഷനിൽ മാത്രം ജയിച്ച NDA ഇത്തവണ ജയിച്ചു കയറിയത് 4 ഡിവിഷനുകളിൽ. 2 UDF ഡിവിഷനുകളും ഒരു LDF ഡിവിഷനും BJP പിടിച്ചെടുത്തു. അറയ്ക്കൽ ഡിവിഷൻ UDFൽ നിന്ന് പിടിച്ചെടുത്ത് SDPIയും കോർപ്പറേഷനിൽ അക്കൗണ്ട് തുറന്നു. മുഹമ്മദ് റഹീസ്, 24 കണ്ണൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.